കടുവ സങ്കേതത്തിലെ പെൺകടുവയായ മംഗളയെ തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി. വ്യാഴാഴ്ച രാത്രി 11 മണിയോടെയാണ് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളോടെ കടുവയെ വാഹനത്തിൽ തൃശൂരിലേക്ക് കൊണ്ടുപോയത്. മംഗളയെ പരിചരിച്ചിരുന്ന പ്രൊട്ടക്ഷൻ വാച്ചർ റോയി എബ്രാഹിമിനെയും കടുവയ്ക്കൊപ്പം പുത്തൂരിലേക്ക് അയച്ചു. കഴിഞ്ഞ 6 വർഷമായി മംഗളയെ പരിചരിച്ചിരുന്ന റോയിയുടെ സാന്നിധ്യം കടുവയ്ക്ക് മാനസികമായും പരിചരണപരമായും സഹായകരമാകുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. തിമിരം ബാധിച്ച ഗുരുതരമായ കാഴ്ചപ്രശ്നങ്ങളോടെയാണ് മംഗളയെ വനം വകുപ്പിന് ലഭിച്ചത്. വിദേശത്തു നിന്ന് പ്രത്യേക മരുന്നുകൾ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും കാട്ടിൽ സ്വതന്ത്രമായി ജീവിക്കാൻ ആവശ്യമായ രീതിയിൽ കാഴ്ചശക്തി പൂർണ്ണമായി വീണ്ടെടുക്കാനായില്ല. ഇതോടെയാണ് മംഗളയെ സ്ഥിരപരിചരണത്തിനായി പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. കാഴ്ച പ്രശ്നമുള്ള കടുവയെ വിദഗ്ധ ചികിത്സയ്ക്കും സംരക്ഷണത്തിനുമായി തൃശൂരിലേക്ക് മാറ്റാൻ ഇക്കഴിഞ്ഞ മാർച്ച് 7-നാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡ് ഡോക്ടർ പ്രമോദ് ജി കൃഷ്ണൻ ഉത്തരവിറക്കിയത്. എന്നാൽ കടുവയുടെ ആരോഗ്യനില പൂർണ്ണമായും തൃപ്തികരമാണെന്ന് ഉറപ്പാക്കിയ ശേഷമേ മാറ്റം നടത്താനാകൂ എന്നതിനാൽ നടപടികൾ വൈകുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ മംഗളയുടെ ആരോഗ്യനിലയിൽ ചെറിയ ആശങ്ക ഉയർന്നിരുന്നു. വയറ്റിലെ അസ്വസ്ഥതയെ തുടർന്ന് നിരീക്ഷണത്തിലാക്കിയ കടുവയ്ക്ക് പിന്നീട് ഭക്ഷണം നൽകി 6 മണിക്കൂർ നിരീക്ഷിച്ച ശേഷമാണ് യാത്രയ്ക്ക് അനുമതി നൽകിയത്. ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ഉറപ്പായതോടെ പ്രത്യേകം സജ്ജമാക്കിയ കൂട്ടിലാക്കി കടുവയെ തൃശൂരിലേക്ക് കൊണ്ടുപോയി. പെരിയാർ കടുവാ സങ്കേതത്തിലെ പുരാതനമായ മംഗളാദേവി ക്ഷേത്രത്തിന് സമീപത്തു നിന്ന് 2020 നവംബർ 21-നാണ് 2 മാസം പ്രായമുള്ള പെൺകടുവ കുഞ്ഞിനെ വനംവകുപ്പ് വാച്ചർമാർക്ക് ലഭിച്ചത്. പിന്നീട് മംഗള എന്ന പേരിട്ട കടുവയെ പ്രത്യേക പരിചരണത്തിലൂടെയാണ് വളർത്തിയെടുത്തത്. സിറ്റി വിഷൻ, കുമളി.